15 ടീമാണ് ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ടീം ഫസ്റ്റ് മാച്ചിലില്ല, ഒരു ടീം ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. എം ആർ സി അവരുടെ ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് എം ആർ സി അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അവർ ആദ്യത്തെ പൊസിഷൻ തന്നെ അവർ നേരെ പോയി പിടിക്കുന്നുണ്ട്. ആൻഡ് എല്ലാ ടീമുകളും അവരുടെ പ്ലാൻ ചെയ്തിട്ടുള്ള ഡ്രോപ്പുകളിലേക്ക് തന്നെ പോകുന്നു തോന്നുന്നു. ടി വി എയുടെ ലൈനപ്പും അതുപോലെ തന്നെ വേറെ ഒരു കിച്ചൺ സ്ക്വാഡും ടി വി എ കെ വി എ ഒരുമിച്ച് ഒരിടത്ത് കണ്ടുമുട്ടാനുള്ള ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും സെവർണി സൈഡിലോട്ടാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. ടി വി എ വേഴ്സസ് കെ വി എ ഒരു ഇനിഷ്യൽ ഫൈറ്റ് നടക്കുമെന്ന് തോന്നുന്നു. സെവറനിൽ ഒരു ഫൈറ്റ് ഇനിഷ്യേറ്റ് ആവാൻ പോകുന്നു. കോച്ച് ഒറ്റയ്ക്ക് ഒറ്റ നടുക്ക് അവരുടെ അടുത്ത് പോയി ഇറങ്ങിയിട്ടുണ്ട്. കോച്ച് ഒരു ഇനിഷ്യൽ ഫസ്റ്റ് ഫൈറ്റ് വേണ്ടി കോച്ച് അവിടെ നോക്കാൻ പോകുന്നു. കോച്ചിനോട് ഫസ്റ്റ് നോക്കിയിട്ടിരിക്കുന്നു. അവിടെ ലിനക്സിന് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. തക്കുടുവാ അധോലോകത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ പിക്ക് കോച്ച്. പക്ഷെ ഒറ്റയ്ക്കാണ് അവിടെ. കോച്ചിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കോച്ചിന് അടുത്ത സ്റ്റീവ് ഒരു നോക്കിടുന്നു. ടി വി വേഴ്സസ് കെ വിയോടുകൂടി തന്നെ ടൂർണമെന്റിന്റെ രണ്ടാമത്തെ ദിവസം നല്ല ടാഗ് കിട്ടിയേക്കുന്നു. 2 പ്ലേസ് മാത്രം കെ വിക്ക് ബാക്കി. കെ വിയുടെ സെക്കൻഡറി സ്ക്വാഡിന് 2 പ്ലേസ് മാത്രം ബാക്കി. ലിനക്സ് ഒപ്പി വിത്ത് ഷോട്ട്ഗൺ നല്ലൊരു നോക്ക് ഫ്രം ഹൈ ദ ബീച്ച്. പ്ലേയേഴ്സിനെ എല്ലാം നഷ്ടമാകുന്ന റെക്കലസിനെ ഫിനിഷ് ചെയ്യാനുള്ള ട്രൈ. എന്റെ പൊന്നോ, കിച്ചൺ സ്ക്വാഡിനെ വൈപ്പ് ചെയ്തുകൊണ്ട് ടി വിയുടെ മെയിൻ ലൈനപ്പ് ആയിട്ടുള്ള തക്കുടുവാദോ ലോകത്തില് 4 പിക്കും സെക്യൂർ ചെയ്ത് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കറന്റ് ഈ ഒരു ലോബിയിൽ ഏറ്റവും കൂടുതൽ കില്ല് ഇപ്പൊ കറന്റ് എടുത്തിരിക്കുന്നത് ടി വി തക്കുടുവാദോ ലോകമാണ്. ഏറ്റവും കൂടുതൽ കില്ല് എടുത്തിരിക്കുന്നത് 4 കില്ല്. ആൻഡ് ഈച്ച് ആൻഡ് എവരി പ്ലേയേഴ്സ് ഓരോ കില്ല് വെച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാം ഗൈസ്, ഇത് എന്താ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടേടിയാവാൻ പോവാണ്. മനസ്സിലായ? ഇതൊരു കൂട്ടേടിയാവാൻ പോവാണ്. സോ 14K അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ സംഭവിക്കുന്നത്? 14K എടുത്തൊക്കെ ബ്ലാക്ക് സ്ക്വാഡ് വരുന്നു. ബ്ലാക്ക് സ്ക്വാഡിന്റെ വണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് സ്ക്വാഡിന്റെ വണ്ടി പറഞ്ഞു. കോമ്പൗണ്ടിൽ നല്ല അടി വരുന്നു. കെ വിക്ക് അതൊരു പണിയാവോ? കെ വിയുടെ ബ്ലാക്ക് സ്ക്വാഡിന് അതൊരു പണിയാവോ? സി വി എ തൊട്ടടുത്തെത്തി. ഞാൻ പറഞ്ഞില്ലേ, അടി പൊട്ടുമ്പോ പെരുന്നാൾ അടി എവിടെ നിന്നൊക്കെ വരും. സി വി അവിടെ ഒന്ന് കുത്താൻ നോക്കുന്നു, കുത്തിയില്ല, വണ്ടി എടുത്ത് പോകുന്നു. അവിടെ GNR ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. GNR വേഴ്സസ് സ്റ്റീവ് അവിടെ നോക്കായിട്ടുണ്ട്. സ്റ്റീവ് അവിടെ നോക്കായി. GNR വേഴ്സസ് ടി ആണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അടുത്തൊരു നോക്ക് കൂടി. ഇറ്റാച്ചി അവിടെ ഒരു നോക്കിടുന്നു. ഇറ്റാച്ചി അടുത്തൊരു പിക്ക് കൂടെ എടുക്കുന്നു ടി വിക്ക് വേണ്ടിയിട്ട്. GNRലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. GNR വേഴ്സസ് തക്കുടുവാദോ ലോകം. ടി വിയിലെ 4 പ്ലേയേഴ്സും ഇലവാട്ടിരിക്കുന്നു. അടുത്തൊരു നോക്കും കൂടെ ഇവിടെ നമ്മുടെ ഇറ്റാച്ചി ആൻഡ് സ്റ്റീവ് ഫിനിഷിംഗ് ദ സ്ക്വാഡ്. 12 ടീമും 44 പ്ലേയേഴ്സും മാത്രം ബാക്കി. നല്ലൊരു നേട് SRR ഡാർക്ക് പെയിൻ അവിടെ നോക്കായിട്ടുണ്ട്. UK സൈഡിൽ നിന്ന് നല്ലൊരു നേടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒരു കൗണ്ടർ നോക്കിടാൻ ശ്രമിക്കുന്നത്. ലെവി WK അവിടെ ഒരു നല്ലൊരു കൗണ്ടർ നോക്കിയിട്ടുണ്ട് UK ആൻഡ് കുക്കിംഗ് നെയ്ഡ് എറിഞ്ഞ ഒരു ഫിനിഷ് എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. നല്ലൊരു നെയ്ഡ് അകത്തോട്ടിട്ടുണ്ട്. ആ നെയ്ഡിൽ വലിയ ഡാമേജസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ടി വി എ വിത്ത് 9 കിൽസ്, 1 കില്ലും കൂടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. 9 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു ടി വി എ. ആൻഡ് UK അണ്ണോണിലെ ആൾക്കാർ കുറച്ച് സോൺ ഔട്ടാണ്. അവർക്ക് സോണിലേക്ക് പോകണം. നല്ല ഡാമേജ് അടിക്കുന്നുണ്ട്. ആൻഡ് ലെഗസി ഗോഡ് അവിടെ UK ഒരു പ്ലെയറിനെ നോക്കിടുന്നു. SRR ഒരു പ്ലെയറിനെ CV നോക്കിടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല. ഇവിടെ UKയുടെ അവസ്ഥ വളരെ ശോകമാണ്. UK സോണിൽ പോകണം. UKയുടെ 2 പ്ലേയേഴ്സ് നോക്ക്ഡ് ഔട്ട് ആയി. അവർക്ക് വേറെ ഒന്നും ചെയ്യില്ല. SRR ലെവി അവിടെ സോണിൽ നോക്കാവുന്നുണ്ട്. ലെഗസി ഗോഡ് അവിടെ UKയിലെ കില്ല് കൺഫേം ചെയ്യുന്നുണ്ട്. CVയും ഇവിടെ സോൺ ഔട്ടാണ്. KVയെ CVയെ ആക്ച്വലി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടുന്ന് നല്ല അടിയും വരുന്നുണ്ട്. അവിടെ സ്റ്റീവോടെ ഒരു CIDയിൽ ഒരു പ്ലെയറോടെ സോൾ കാസ്ട്രോ അവിടെ KVയെ തലപ്പതി അടിക്കുന്നു. KVയെ ഹിറ്റ്മാൻ അവിടെ CV അടിക്കുന്നു. CID അതുപോലെ ARB അവിടെ CV അടിക്കുന്നു. KVയെ ഡീമൻ ഹോക്കി അവിടെ CVയെ ചോട്ടൂനെ അടിക്കുന്നു. ടീം അറബി നന്ദു അവിടെ TVയെ സിപ്പ് മൂവറിനെ എടുക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് MRCക്ക് 3 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ട സിറ്റുവേഷൻ ആണ്. MRCയുടെ മെയിൻ പ്ലെയർ, അവരുടെ മെയിൻ ലൈനപ്പിൽ ഒരു പ്ലെയർ ഇല്ല. MRC പക്ഷേ സോണിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ടീം അറബിക്ക് വേണ്ടി നന്ദു അവിടെ KVയിലെ ഡീമൻ നോക്കി ഒരു നല്ലൊരു സ്നൈപ്പർ ഷോട്ടിൽ നോക്കാക്കിയേക്കുന്നു. ആൻഡ് ടീം അറബിയിലെ ഷെയ്ഖിനെ അവിടെ കില്ലുവ ഗോഡ് അടിച്ച് നോക്കാക്കുന്നു. ഷെയ്ഖിനെ കില്ലുവ ഗോഡ് 1 HP നിൽക്കുകയാണ്. ഷെയ്ഖ് മിക്കവാറും ഷെയ്ഖിനെ കില്ലുവ ഗോഡ് അവിടെ ഫിനിഷ് ആക്കുന്നു. കില്ലുവ ഗോഡ് TVA വേഴ്സസ് MRC കില്ലുവ ഗോഡ് അവിടെ ഒരു പിക്കും കൂടി എടുക്കുന്നു. 7 കില്ലായിട്ട് കോച്ച് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ കോച്ചിന്റെ സൈഡിൽ നിന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ KVയിൽ അവിടെ ലെഗസി അവിടെ KVയിൽ 2 പ്ലേസിനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ടീമിനും. ആൻഡ് TVA അവിടെ ടോക്കിയോയെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. MRCയിലെ ഒരു പ്ലെയറിനെ ടീം അറബിയിലെ പ്ലെയർ ഫിനിഷ് ഓഫ് ആക്കുന്നു.
അതൊരു ഷോട്ട് കൊണ്ടില്ല. RPM അവിടെ നോക്കിയിരിക്കുന്നു, ഒരു ഷോട്ട് കൊള്ളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, സ്പ്രേ ചെയ്യാൻ പോകുന്നു. MRC വേഴ്സസ് MRC, ഇല്ല ലെഫ്റ്റിൽ നിന്ന് മാടി കിട്ടുന്നു. ആൻഡ് ഇതൊരു ഫൈനൽ ബാറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ടീം അറബി വേഴ്സസ് ടീം TVA ഒരു 3v1 സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. TVA ഇന്ന് ഡിന്നർ അടിച്ചുകൊണ്ടാണോ TVയുടെ ലൈനപ്പിന്റെ ഫസ്റ്റ് മാപ്പ് ഇവിടെ തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഒരു 3 വേഴ്സസ് 1 സിറ്റുവേഷൻ ആണ്. ആൻഡ് അതൊരു ഷോട്ട്, നല്ലൊരു ഷോട്ട്, നല്ലൊരു ഷോട്ട്. അല്ല, കിടക്കാൻ പറ്റിയില്ല, പക്ഷെ ആ കില്ല് സോണിലാണ് പോയെന്ന് തോന്നുന്നു. And here we go, the winner of the first match, Takudu Wawa Adologo with 19 kills and 2966.23 ഡാമേജ്. അതുപോലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതും തക്കുടു വാവ അതോലോകത്തിന് തന്നെയാണ്. 8 അസിസ്റ്റോട് കൂടി TVA ഫസ്റ്റ് മാച്ച് TVA കൊണ്ടുപോയി. KVA ഫൈറ്റ് എടുക്കുന്നു. KVA കാസ്ട്രോയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായിരുന്നു. കാസ്ട്രോയുടെ ഹിറ്റ്മാൻ അവിടെ AGL ഒരു പ്ലെയറിനെ നോക്കാക്കിയിട്ടുണ്ട്. കാസ്ട്രോ ഇടിച്ച് നോക്കാക്കാനുള്ള ശ്രമം. ആൻഡ് KVA സെക്യൂറിംഗ് ദ ഫസ്റ്റ് കിൽ. KVA അവരുടെ വണ്ടിക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എന്റെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് കാസ്ട്രോ വണ്ടിയുടെ പുറകെ ഓടുന്നത്. KVAയും SRRയും ചുഴലിക്കാരനകത്ത് ചുഴലി അടി അടിച്ചോണ്ടിരിക്കുന്നു. കണ്ണും കാണുന്നില്ല, ഇത് ഏത് ദേശത്താണെന്ന് പോലും അറിയത്തില്ല. ശ്രീരാജരാജേശ്വരി അധോലോകത്തില്. ഓക്കെ, MRCയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, MRCയുടെ മെയിൻ സ്ക്വാഡിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് TVA സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വണ്ടിയിൽ വന്നത് മാത്രമേ MRCക്ക് ഓർമ്മയുള്ളൂ. വണ്ടിയിൽ വന്ന MRCയുടെ മെയിൻ ലൈനപ്പിനെ TVA അവിടെ വൈപ്പ് ഓഫ് ചെയ്യുന്നു. കില്ലോ ഗോഡ് വിത്ത് 2 kills, സ്റ്റീവ് വിത്ത് 1, റെക്ലസ് വിത്ത് 1. KVA വേഴ്സസ് 14K ആണ് നടക്കുന്നത്. അവിടെ ഒരു കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. KVAയുടെ സെക്കൻഡ് സ്ക്വാഡ് ആയിട്ടുള്ള ബ്ലാക്ക് സ്ക്വാഡ് അവിടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ GNR വേഴ്സസ് AGA. AGA ഒരു പ്ലെയറിനെ അവിടെ നോക്കാക്കുന്നു. GNR ഒരു നോക്ക് എടുക്കുന്നു. അവിടെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. കണ്ടു, അങ്ങോട്ട് പോയി കണ്ടു. നല്ലൊരു നോക്ക്, ഞെക്കി പിടിച്ച് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. റീലോഡ് വന്നു, കറക്റ്റ് സമയത്ത് കയറി അടിക്കുന്നു. ടീമിന്റെ കവർ, ടീം കറക്റ്റ് സമയത്ത് വന്ന് കവർ ചെയ്തു. ആ പ്ലെയറിനെ ഫിനിഷ് ചെയ്യാൻ സമ്മതിച്ചില്ല. തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ഒരു പ്ലെയർ കൂടെ നോക്ക്. ഇൻസ്റ്റന്റ് ട്രേഡ് ഫ്രം GNR. AGL ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി. രണ്ടുപേരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് GNRൽ രണ്ടുപേര് നോക്കാണ്. ആൻഡ് ഒരാൾ റസ് ആയിട്ടുണ്ട്. ദേവ്കുട്ടി അവിടെ റസ് ചെയ്തോണ്ടിരിക്കുന്നു. GNRൽ 3 കിൽസ് അവിടെ GNR സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് തക്കുടുവാവ അതോലോകത്തിനോട് നല്ല അടി കിട്ടുന്നുണ്ട്. നല്ല ടാഗ് കിട്ടി. തക്കുടുവാവ തിരിച്ചു അടി കൊടുക്കുന്നു. CIDയുടെ വണ്ടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു നോക്കിയുള്ള ശ്രമം, മാക്സിമം ടാഗ്. കില്ലോ അഗോഡ് അവിടെ ഫസ്റ്റ് നോക്കുന്നത്, സ്നൈപ്പർ ഷോട്ട്. കില്ലോ അഗോഡ് അവിടെ നല്ല അടി തിരിച്ചു കിട്ടുന്നുണ്ട്. TVക്കും നല്ല അടി കിട്ടുന്നുണ്ട്. ഹരി ദ ബീസ്റ്റ് അവിടുന്ന് വണ്ടി പുഷ് ചെയ്ത് പോകുന്നു. അവർ ആ സ്കോഡിന് കുറച്ച് ഓപ്പണിലാണ്. അവിടുന്ന് സ്റ്റീവ് അവിടെ ഒരു കില്ലോടെ ഫിനിഷ് ചെയ്യുന്നു. 5 കില്ല് സെക്യൂർ ചെയ്യുന്നു TVA. നല്ല ടാഗ് കൊടുക്കുന്നു. 1 HP രക്ഷപ്പെട്ടു. ഒരു നോക്ക് കൂടെ അവിടെ ഇട്ടിട്ടുണ്ട്. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഒരാൾ നോക്കായി, റെക്ലസ് അവിടെ നോക്കായി. സോണില് PIDയും അവിടെ വൈപ്പ് ആക്കിക്കൊണ്ട് TVA 8 കില്ലായിട്ട് അടിച്ചു തന്നെ കളിക്കുന്നു. ആൻഡ് ടോറസ് അവിടെ GNRലെ ഒരു പ്ലെയറിനെ നോക്കാക്കിക്കുന്നു. എനിക്ക് എന്റെ ഗാങ്ങിനെ തന്നെ പൊക്കി പറയുന്നതിൽ സന്തോഷമുണ്ട്. എന്നാൽ താങ്ക് യു സോ മച്ച്. അവരുടെ കളി എന്ന് പറയുന്നത് അത്രയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അവിടെ ഇറ്റാച്ചിയെ നോക്കാക്കുന്നു. ഇറ്റാച്ചി അവിടെ ഫിനിഷ് ആവോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഇറ്റാച്ചി അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം, പൊണഞ്ഞു ഓടുന്നു. ഒരു ടാഗ് കൂടെ കിട്ടി ഇറ്റാച്ചി ഫിനിഷ് ആവും. ഇറ്റാച്ചിയെ രക്ഷിക്കാൻ അവിടെ ടീംമേറ്റ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇറ്റാച്ചിക്ക് ടൈംലി ഒരു സ്മോക്ക്, അവിടെ ഒരു സ്മോക്കിന്റെ മഴ തന്നെയാണ് ഇറ്റാച്ചിയെ രക്ഷിക്കാൻ അവിടെ വന്നേക്കുന്നത്. BSD ഏരിയർ ടേക്ക് അവിടെ ഒരു പിക്ക് എടുത്തു. ആൻഡ് കില്ലോ ഗോഡിനെ അവിടെ നോക്കിട്ടിട്ടുണ്ട്. 2 പ്ലേയേഴ്സ് നോക്കായോ. അൺനോണിനെ എലിമിനേറ്റ് ചെയ്ത് TVA സെക്യൂറിംഗ് 16 കിൽസ്. ആൻഡ് KVA എലിമിനേറ്റഡ് MRC. KVA versus SRR നടക്കുന്നു. KVA 2 പ്ലേയേഴ്സിനെ നോക്കി. ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി. KVA കാസ്ട്രോ മാത്രം ബാക്കി. അവിടെ SRRൽ 2 പ്ലേയേഴ്സ് ഉണ്ട്. കാസ്ട്രോ മാത്രം ഇവിടെ ബാക്കി. ആ നേടിൽ പൊട്ടിയില്ല. നേടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, SRRലെ 3-4 പ്ലേയേഴ്സും ബാക്ക് ടു ഹെൽപ്പ് ആയിട്ടുണ്ട്. KVA ഒരു ശോകം സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ്. നല്ലൊരു നോക്ക്, നല്ലൊരു ഫിനിഷ് ബൈ SRR വൈപ്പിംഗ് KVA. SRR 4 പേരും മേലെയുമായിട്ട് KVA അവിടെ വൈപ്പ് ചെയ്ത്. അതുപോലെ ബ്ലാക്ക് സ്ക്വാഡ് അവിടെ എലിമിനേറ്റ് ആയി. ടോക്കിയോ അവിടെ ബ്ലാക്ക് സ്ക്വാഡിനെ എലിമിനേറ്റ് ചെയ്തു. TVA versus SRR versus ടോക്കിയോ ആണ് ഫൈനൽ ഫൈറ്റ്. ടോക്കിയോയിൽ ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. സ്റ്റീവ് അവിടെ ടോറസിനെ നോക്കാക്കുന്നു.
ടീം. ഓ നല്ലൊരു ഷോട്ട് ബൈ ഹാരി ദ ബീസ്റ്റ്. ബ്ലാസ്റ്റും ബീസ്റ്റോട് ഒരുമിച്ച് കയറി വന്നതാണ്. ക്ഷമിക്കണം, ഒരു 4 vs 3 ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു നോക്ക് അവിടെ ഇടാൻ സാധിച്ചില്ല. 4v4 TVA vs SRR in the final circle. Battle between the OGs. അവിടെ നോക്ക് ഇടുന്നു ഇറ്റാച്ചി. getting the first knock. ടോറസിനെ അവിടെ നോക്ക് ഇടുന്നു ഇറ്റാച്ചി. ആൻഡ് അവിടെ SRR ഡാർക്ക് പെയിന് ഹാരി ദ ബീസ്റ്റ് അവിടെ വെച്ച് ഫിനിഷ് ഓഫ് ആക്കുന്നു. 4 vs 3 ലേക്ക് എത്തിയിരിക്കുന്നു. 4 vs 3 ലേക്ക് എത്തിയിരിക്കുന്നു സിറ്റുവേഷൻ. TVA vs SRR at the final zone, final circle. Coach MG3 with a 6x. ഒരു സ്നൈപ്പർ വിത്ത് റെഡ് ഡോട്ട്. എന്തൊക്കെയാണോ കാണുന്നത്? സ്നൈപ്പറിലിടേണ്ട സ്കോപ്പ് എടുത്ത് മറ്റേതിലിട്ടിട്ട് സ്കോപ്പ് എടുത്ത് സ്നൈപ്പറിലിട്ടിട്ട് കളിക്കുന്നു. എന്തൊക്കെയാണോ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു സ്പ്രേ വരുന്നു അവിടുന്ന്. ആൻഡ് ഹാരി ദ ബീസ്റ്റ് രണ്ട് സൈഡിൽ നിന്നും ടിവിയെ വളയുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക്. അവർക്ക് രണ്ടുപേർക്ക് ആ മോളിയിൽ കളി കഴിഞ്ഞു. 21 kills, 2669.94 ഡാമേജും അതുപോലെ തന്നെ അസിസ്റ്റിന്റെ കാര്യത്തിൽ 15 അസിസ്റ്റോടുകൂടി ടിവിയെ ഡോമിനേറ്റിംഗ് ദ മാച്ച്. 2 മാച്ചും ഡോമിനേറ്റ് ചെയ്ത് ജയിച്ചു എന്ന് തന്നെ പറയണം. ഒരു രക്ഷയില്ലാത്ത അടി ഫ്രം ടിവിയെ. മാച്ച് നമ്പർ 3യിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. മാച്ച് നമ്പർ 3 ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മാച്ച് നമ്പർ 3യിൽ എല്ലാ ടീമുകളും BCZന്റെ ഫസ്റ്റ് മാച്ചാണ്. BCZന്റെ ഫസ്റ്റ് മാച്ചിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. BCZ ബാക്കിയുള്ള മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ലായിരുന്നു 2 മാച്ച്. ആൻഡ് MRC വേഴ്സസ് CVA നടക്കുന്നു. MRC അവിടെ ചെകുത്താൻ വാഴു അതോ ലോകത്തിനെ അടിച്ചു വൈപ്പ് ചെയ്തിരിക്കുന്നു. MRCയുടെ മെയിൻ ലൈനപ്പിന്റെ ഒരു കംബാക്ക് ആണ് നമ്മൾ കാണുന്നത്. 4 കില്ല് അവിടെ സെക്യൂർ ചെയ്ത് MRC അവിടെ CVA വൈപ്പ് ചെയ്യുന്നു. MRCയുടെ സൈഡിൽ നിന്ന് ഒരു കംബാക്ക്. ഒരു നല്ലൊരു AG അവിടെ BCZൽ ഒരു പ്ലെയറിനെ കൂടെ നോക്കിയിട്ടുണ്ട്. AGയിലെ പ്ലേയേഴ്സ് അവിടെ രണ്ടാമത്തെ കില്ല് സെക്യൂർ ചെയ്യാനുള്ള പരിപാടിയാണ്. ക്രോസ് ചെയ്ത് പോകുന്നു. അവർ ഒരുമിച്ച് പുഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു അടുത്ത നോക്കും കൂടെ ഇടുന്നു. ആൻഡ് അവിടെ ലാസ്റ്റ് മാൻ BCZലെ ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. ഒരു ഷോട്ട് ഉണ്ട്. ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം. AGയിലെ ഒരു പ്ലെയറിനെ അപ്പത്തിന് അടിച്ചു നോക്കി. നല്ലൊരു പിക്ക്. അടുത്തൊരു ഇതിലൂടെ ആ കില്ല് കൺഫേം ചെയ്യാൻ നിന്നതുകൊണ്ട് മാത്രം. കയ്യിൽ ഷോട്ട് ഗൺ ആയിരുന്നു. വേണമെങ്കിൽ ഒരു ക്ലച്ച് അവിടെ എടുക്കാറുള്ളായിരുന്നു. പക്ഷെ ആ കിൽ പോയിന്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി നിന്നതാണ് BCZ. അതൊരു മണ്ടത്തരമായി പോയി. പക്ഷേ ഒരു ഷോട്ട് ഗൺ വെച്ച് അത്രയും ക്ലോസ് കോമ്പാക്ട് ഒരു ട്രൈ ആയിരുന്നു. എനിവേ നൈസ് ട്രൈ ഫ്രം BCZ. ഓക്കെ, അതൊരു നല്ല ഓപ്ഷനാണ്. തൊട്ടടുത്ത് ഫൈറ്റ് നടന്നതിന്റെ തൊട്ടടുത്ത് തന്നെ റീകോൾ. ഇതൊക്കെയല്ലേ ഭാഗ്യം. മരിച്ചു വീഴുവാണെങ്കിൽ റീകോളിന്റെ മുമ്പിൽ വീഴണം. ആൻഡ് MRCയുടെ ഒരു പ്ലെയർ MRCക്ക് വീണ്ടും ഭാഗ്യം തുണയ്ക്കുന്നില്ല. ഈ കഴിഞ്ഞ വട്ടം ബുള്ളോപ്പിയാണ് ഡിസ്കണക്റ്റഡ് ആയെങ്കിൽ ഈ വട്ടം സ്പീഡോ സൈലന്റ് ആണ് ഡിസ്കണക്റ്റഡ് ആയത്. 2 പ്ലേയേഴ്സ് MRCയുടെ ഡിസ്കണക്റ്റഡ് ആയി നിൽക്കുന്നു. ആൻഡ് അവിടെ ബുള്ളോപ്പി സ്പീഡോയെ അടിച്ചു കൊന്നിരിക്കുന്നു. സ്വന്തം ടീമിനെ അടിച്ചു കൊന്ന് റീകോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. വേറൊന്നും അവർക്ക് ചെയ്യാനില്ല. ടീം അറബി vs GNR നടക്കുന്നു. GNRലെ 2 പ്ലേയേഴ്സ് നോക്കായിട്ടുണ്ട്. ടീം അറബി vs GNR. ആൻഡ് GNRനെ അവിടെ ടീം അറബി അടിച്ചു വൈപ്പാക്കിയിരിക്കുന്നു. ടീം അറബി അഗൈൻ സെക്യൂറിംഗ് 4 kills. നല്ലൊരു കിൽ സെക്യൂറിംഗ് ഫ്രം MRCയുടെ ടീം അറബിയുടെ സൈഡിൽ നിന്ന് ഒരു ഫൈറ്റ് വരുന്നു. SRRലെ പ്ലേയേഴ്സ് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഗൺ എടുക്കാൻ വന്നത് SRR അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ടീം അഗാർത്ത vs SRR. അവിടെ ഒരു നേട് പുള്ളി ചെയ്യുന്നു. SRRയുടെ നേടും ആ നേട് കറക്റ്റായിട്ട് വീണ നല്ലൊരു നേട് പോയി SRR ഓടിച്ചാൽ SRR ഡാർക്ക് പെയിൻ അവിടെ AGയിലെ രണ്ടാമത്തെ പ്ലെയറിനെ എടുക്കുന്നു. റീകോൾ ആയി വന്നതും അടി കിട്ടിയതും ഒരുപോലെ ആയിരുന്നു. രക്ഷിക്കാൻ വന്നവരും തിരിച്ചുപോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആൻഡ് MRC അവരെ പുഷ് ചെയ്യുവാണ്. സ്വന്തം സ്ക്വാഡിനെ പുഷ് ചെയ്യുവാണ്. MRC vs MRC അവിടെ ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. നല്ല ഫൈറ്റുകൾ. നല്ല ഫൈറ്റ്. ടീം അറബിയിൽ അവസാനത്തെ ആള് മാത്രം ബാക്കി. നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നു. MRC vs MRC ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നല്ലൊരു കളി ഫ്രം BX ബ്രേക്ക്. MRC എലിമിനേറ്റിംഗ് ടീം അറബി അവിടെ MRCയുടെ മെയിൻ ലൈനപ്പ് അടിച്ച് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു MRC vs MRC ആയിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു 3 vs 4 ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. UK vs TVA. അവരൊരു നല്ല സ്മോക്ക് ആംഗിൾ സ്പോട്ട് ചെയ്തു. MRCയുടെ പ്ലെയറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്.
മാക്സിമം ടാഗ് കൊടുക്കുന്നുണ്ട്. MRC അവിടെ കാർ എടുത്ത് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ MRCയിലെ 2 പ്ലേയേഴ്സിനെ അടിച്ചിട്ടിരിക്കുന്നു. അവിടെ സ്റ്റിൽ MRCയുടെ ഒരു പ്ലെയർ നോക്കായി കിടക്കുന്നു. തക്കുടുവാ അധോലോകത്തിന് ഒരു ഫ്രീ കില്ല് ചിലപ്പം വഴിയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബുള്ളോപ്പി അവിടെ നോക്കായി കിടക്കുവാണ്. ബുള്ളോപ്പിയെ കണ്ടോ? ബുള്ളോപ്പിയെ കണ്ടോ? ടീം വണ്ടി കയറ്റിക്കൊന്നിരിക്കുന്നു ബുള്ളോപ്പിയെ. അവിടെ KVA കാസ്പ്രോ IT അവിടെ നോക്കായിട്ടുണ്ട്. MRCയിലെ പ്ലെയറിനെ സ്പോട്ട് ചെയ്യുന്നു. പുറകെ പോയിരിക്കുന്നു TVയിലെ പ്ലെയേഴ്സ്. MRCയെ പുറകെ പോയിരിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് പ്ലെയർ ആണെന്നുള്ള കാര്യം അവർക്ക് ഇൻഫോ അറിയാവോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. തുരത്തി പുറകെ പോയി അടിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ വണ്ടി അടിച്ചു പൊട്ടിച്ചു. MRCയുടെ ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി. 2 സൈഡിൽ നിന്ന് അടി കിട്ടുന്നു. എവിടെയെങ്കിലും ഇറങ്ങിയേ പറ്റുള്ളൂ. വണ്ടി പൊട്ടിത്തെറിക്കാറായി. വേറെ ചെയ്യാനില്ല. SRR ഒക്കെ കിട്ടിയിരിക്കുന്ന ആ കില്ല്. നേരെ പോയത് SRRയുടെ വായിലോട്ടായിരുന്നു. MRCയുടെ ടീം ഇവിടെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. MRCയുടെ 2 ടീമും ഇതിൽ നിന്ന് എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മാച്ചിൽ നിന്ന് 2 പേര് എലിമിനേറ്റ് ആയിട്ടുണ്ട്. KVയിലെ കാസ്ട്രോ IT ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. അവർക്ക് 3 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. CID ടോട്ടലി KVയെ വളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ബാക്കിലെത്തി. അവിടെ ഒരു സ്മോക്ക് ചെയ്ത് ഒരു ആംഗിൾ കവർ ചെയ്ത് കൊടുക്കുന്നു. ഒരു നോക്ക് വണ്ടി ഇടിച്ചു കയറ്റി. അവിടെ KVA ഹാസ് ബീൻ എലിമിനേറ്റഡ് ബൈ CID അവിടെ KVയെ എലിമിനേറ്റ് ചെയ്യുന്നു. നല്ല ടാഗ് ബൈ സ്റ്റീവ് SRRക്ക് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. സ്റ്റീവിന്റെ ഒരു നല്ല നോക്ക്. SRRലെ 3 പ്ലെയർ നോക്കായിട്ടുണ്ട്. SRRലെ 1 പ്ലെയർ മാത്രം ബാക്കി. ആൻഡ് SRRലെ 1 പ്ലെയർ ഫിനിഷ് ആയി. അവർക്ക് സോണിനകത്തോട്ട് കയറാൻ പറ്റില്ല. TVA സോണിനകത്തുണ്ട് ഓൾറെഡി. ആൻഡ് SRRലെ അടുത്തൊരു 2 പ്ലെയേഴ്സിനും TDS അടിക്കുന്നു. SRRലെ 2 പ്ലെയേഴ്സ് മാത്രം ബാക്കി. ആൻഡ് SRRലെ പുറകിൽ നിന്ന് KVA അടിച്ചിരുന്നു. SRR ഒടിച്ച് SRR അവിടെ വന്നു. റീലോഡ് ഒരു 1v2 കാണാൻ പറ്റുമോ? റീലോഡ് ആയില്ല. രാജരാജേശ്വരി അധോലോകത്തിനെ KVA അടിച്ച് വൈപ്പ് ചെയ്യുന്നു. റിഡ്ജ് കുഴിച്ചു വെക്കുന്നു. വാവ്, ആദ്യ മലയാളി ഒരു കുഴി എടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേടല്ലാതെ ഒരു ഫ്ലാഷ് ആണ്. ഫ്ലാഷ് ഗ്രനേഡ് ഇടുന്നു. പുഷ് ചെയ്യുന്നു. ഹരി ദ ബീസ്റ്റ് TVA versus ടോക്കിയോ അവിടെ സ്റ്റീവ് വൈപ്പ് ചെയ്യുന്നു. സ്റ്റീവ് ബാക്ക് ടു ബാക്ക് 5 കില്ല് ബാക്ക് ടു ബാക്ക് സെക്യൂർ ചെയ്യുന്നു. സ്റ്റീവ് 4 മാൻ എലവാണ്. KVയിലെ സ്പോട്ട് ചെയ്തു. 2 പ്ലേയേഴ്സിനെ ഒരു ഇൻസ്റ്റന്റ് ട്രേഡ് എടുത്തു. അവിടെ ഇറ്റാച്ചി നോക്കായി. സൈ ഇക്രു മാത്രം ബാക്കി. കില്ലോ സ്പോട്ട് ചെയ്തിട്ടില്ല. അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മാൻ മാത്രമാണ് KVAക്ക് വേണ്ടി അവസാനത്തെ പ്ലെയർ. TVS secured 10 kills. മൂന്നാമത്തെ കളിയിലും 10th സ്ട്രീക്ക് എന്ന് പറയുന്ന സാധനം 10 കിൽ സ്ട്രീക്ക് TVA കൺഫേം ചെയ്തിട്ടുണ്ട്. ഹരി ദ ബീസ്റ്റ് അവിടെ TDSലെ ഒരു പ്ലെയറിനെ നോക്കാക്കിയിരിക്കുന്നു. ഹരി ദ ബീസ്റ്റ് ഇറ്റാച്ചി അവിടെ ഒരു അടുത്തൊരു പ്ലെയറിനെ കൂടി നോക്കാക്കുന്നു. കോച്ച് കറക്റ്റ് സമയത്ത് ഇവിടെ വന്ന് AWന് ഒരു നോക്ക്. TDSലെ ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി. TDSലെ അവസാനത്തെ പ്ലെയർ. 2 പ്ലെയർ. കോച്ച് വന്നു. അടുത്തൊരു നോക്ക് കൂടെ വണ്ടി കൊണ്ട് നോക്കിടുന്നു. ഗണ്ണ് വെച്ച് നോക്കിടുന്നു. എല്ലാം കൊണ്ടും ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഗെയിം പ്ലേ ഫ്രം കോച്ച് ഫ്രം TVA. ആൻഡ് ലാസ്റ്റ് മാൻ ഇവിടെ കോച്ച് സ്പോട്ട് ചെയ്തോണ്ട് TDSലെ വണ്ടി കാത്തിരുന്ന് എലിമിനേറ്റിംഗ് തണ്ടർ സ്ട്രൈക്ക്. ആൻഡ് ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി. TVA versus KVA 1 versus 4 സിറ്റുവേഷൻ ഇവിടെ സ്പോട്ട് ചെയ്തു. സ്റ്റീവ് ഫിനിഷിംഗ് ദ ഗെയിം. എന്റെ പൊന്നോ, വിത്ത് 3 സ്ട്രീക്ക് 15 കില്ല്. ചെറുതായിട്ട് തുടങ്ങിയെങ്കിൽ പോലും ലാസ്റ്റിൽ ഇഷ്ടം പോലെ കില്ല് ഫാം ചെയ്യാൻ TVAക്ക് പറ്റി. ബാക്ക് ടു ബാക്ക് ഹാട്രിക് ചിക്കൻ ഡിന്നർ അടിച്ച് തക്കുടുവാ അധോലോക വിത്ത് 15 കിൽസ് ആൻഡ് 1919 ഡാമേജ് അടിച്ച് തണ്ടർ സ്ട്രൈക്ക് ആണ് ഈ വട്ടം ഏറ്റവും കൂടുതൽ അസിസ്റ്റ് അടിച്ചിരിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ ആദ്യമായിട്ടാണ് വേറൊരു ടീമിന്റെ ലോഗോ ഈ ഫ്രെയിമിലെങ്കിലും വരുന്നത്. കഴിഞ്ഞ 3 മാച്ചും TV ആണ് ഡിന്നർ അടിച്ചത്. 4ാമത്തെ മാച്ച് ഓൺ ഗോയിങ് ആണ്. KCZ versus ടോക്കിയോ ഒരു സിറ്റുവേഷൻ അവിടെ ഒരു ഫൈറ്റ് ആയിട്ടുണ്ട്. KCZ പുഷ് ചെയ്യുന്നുണ്ട്. KCZ 2 കിൽ ഓൾറെഡി സെക്യൂർ ആയി. ടോക്കിയോയിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. മൂന്നാമത്തെ പ്ലെയറിനെ നോക്ക് ചെയ്തു. ലാസ്റ്റ് കീച്ചൻ സ്കോഡ് അവിടെ എടുക്കുന്നു. അടിച്ച് വൈപ്പാക്കിയിരിക്കുന്നു KVA അവിടെ ടോക്കിയോ മറയാനോടെ. ആരുടെ GNR CIDയിലെ 2 പ്ലേയേഴ്സും വീണു. GNR അവിടെ CIDയെ വൈപ്പ് ചെയ്ത് കളയുന്നു. GNR securing 4 points. 14K versus UK. അവിടെ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആവാൻ പോവാണ്. 14K versus UK. കണ്ടിട്ടില്ല. ക്യാമ്പ് ചെയ്ത് കണ്ടിട്ടില്ല. അവിടെ നിർത്തിയില്ല. പ്ലെയറിനെ കണ്ടോ ഇല്ലെന്നുള്ള കാര്യം അറിയത്തില്ല.
14K ഒരു പ്ലെയർ സ്കൗട്ട് ചെയ്ത് പോയി, ബാക്കിയുള്ള ഒരു ബൈ ഫുട്ടാണ് വരുന്നത്. UK 4 പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. UK 4 പ്ലേയേഴ്സ്. ഓ കണ്ടു ഒരു ഫയർ ഒരാളെ നോക്കിട്ടു. ഓ രണ്ടുപേരെ നോക്കിട്ടു. ആൻഡ് 14K 2 പ്ലേയേഴ്സും അവിടെ നോക്കായിട്ടുണ്ട്. 2 പ്ലേയേഴ്സ്. UK ഒരു പ്ലെയറിനെ അവിടെ ഫിനിഷ് ചെയ്യുന്നു. 14K ഒരു പ്ലെയറും കൂടെ നോക്കാണ്. UK ബാക്കിയുള്ള പ്ലേയേഴ്സ് വരുന്നതേ ഉള്ളൂ അങ്ങോട്ട്. നെയ്ഡ് മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡോറയുടെ ബാക്കിൽ ആളുണ്ട്, കണ്ടില്ല. ഡോറ അടിച്ചിരുന്നു UK അവിടെ 14K ഒരാളെയും കൂടെ നോക്കാക്കുന്നു. അത് ഫിനിഷ് ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നു UK. ഓക്കെ, ഡോറ അവിടെ സ്പോട്ട് ചെയ്തില്ല. ഡോറ നെയ്ഡ് വന്നപ്പോൾ അതിനകത്തുനിന്ന് ഇറങ്ങി ഓടിയാണ് UK 3 പ്ലേയേഴ്സും അതുപോലെ 14K 2 പ്ലേയേഴ്സുമാണ് ബാക്കിയുള്ളത്. ഇൻ ഗെയിം സൗണ്ട് കുറച്ച് കുറവാണ്. ലാസ്റ്റ് മാൻ അവിടെ 14K അവിടെ UK എലിമിനേറ്റ് ആക്കുന്നു. SRR വരുന്നുണ്ട്. SRR തൊട്ട് മുകളിൽ MRC ആണോ? MRC ആണെന്ന് തോന്നുന്നു. MRCയുടെ സ്കോഡ് SRR എടുത്തോട്ട്. MRC സ്പോട്ട് ചെയ്തു SRR. ഓ എന്റെ പൊന്നെ, സ്പ്രേ ഗോഡ് വൈറ്റി ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്കകത്തുനിന്ന് ടോറസിനെ അടിച്ചിട്ടിരിക്കുന്നു. ഈ ജാതി നോക്ക് ബൈ സ്പ്രേ ഗോഡ് വൈറ്റി, മാസ് സ്പ്രേ ഗോഡ് വൈറ്റി അവിടെ ഒരു കിടിലൻ പിക്ക് എടുത്തിരിക്കുന്നു. GNR ഒരു പ്ലെയറോട് മാത്രം ബാക്കി. GNR 2 പേരുണ്ട്. BC7 ലാസ്റ്റ് മാൻ. ഒരു HP ലാസ്റ്റ് മാൻ. ഒരു 1v1 എത്തിയിരിക്കുന്നു. GNR ദേവ്കുട്ടി മാത്രം ബാക്കി. 1v1 എത്തിയിരിക്കുന്നു. ഓ നല്ല ടാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. എന്റെ പൊന്നോ, ദേവ്കുട്ടിയെ അവിടെ ഒരു സ്നൈപ്പറിനെ അടിച്ച് BC7 അവിടെ GNR വൈപ്പ് ചെയ്യുന്നു. കിടില ഷോട്ട്. കറക്റ്റ് സമയത്ത് അവിടെ ടീം അറബി വന്ന് BC7 അടിച്ചു വൈപ്പ് ചെയ്യുന്നു. ടീം അറബി 1 കില്ല് സെക്യൂർ ചെയ്യുന്നു. ഇജാതി തേർഡ് പാർട്ടി കറക്റ്റ് സമയത്ത് ടൈംലി ഇന്റർഫിയറൻസ് ഫ്രം ടീം അറബി. നല്ലൊരു കില്ല് അവിടെ സെക്യൂർ ചെയ്യുന്നു. ആൻഡ് KVA vs SRR ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ റിവൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. KVA vs SRR KVA ആൻഡ് കാസ്ട്രോയും ഫിനിഷ് ചെയ്യുന്നു. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. ഹിറ്റ്മാൻ മാത്രം ബാക്കി. 5 കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ട് KVA. 1 vs 3 സിറ്റുവേഷനിലേക്ക് എത്തിയേക്കുന്നു. ഹിറ്റ്മാൻ മാത്രം ബാക്കി. ഹിറ്റ്മാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ SRR ഒരു നോക്ക് കൂടെ ഇട്ടിട്ട് ഇൻസ്റ്റന്റ് ഫിനിഷ് ചെയ്യുന്നു. ഓ നല്ലൊരു ട്രേഡ് ഫ്രം SRR അവിടെ KVA വൈപ്പ് ചെയ്ത് കളയുന്നു. ആൻഡ് MRCക്ക് 2 പേര് മാത്രം ബാക്കി. ബൈ ഫുഡ് ആയിട്ട് UK ഒരു പ്ലെയർ ഓടി വരുന്നുണ്ട്. ഇവിടെ 2 പേര് നിൽക്കുന്നു. ഓ വെള്ളത്തിലേക്ക് എടുത്ത് നടന്നു. സൗണ്ട് കേട്ടു. ചാടി. TV അടിച്ചിട്ടില്ല. അവിടെ കീച്ചൻ സ്ക്വാഡ് 10 കില്ല് കൺഫേം ചെയ്തിരിക്കുന്നു. കീച്ചൻ സ്ക്വാഡ് KVAയുടെ ഒരു ലൈനപ്പ് അവിടെ 10 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. കില്ലു ആ കോമ്പൗണ്ടിലോട്ട് കൊണ്ട് കുത്തിക്കാനുള്ള പ്ലാനാണ്. കോച്ച് അഗ്രസീവായിട്ട് വന്ന് കുത്തിച്ചു. ഓ BRDM അവിടെ സ്റ്റക്കാണ്. ആക്ച്വലി BRDM അവിടെ സ്റ്റക്കാണ്. കോച്ചിന് നല്ല ഡാമേജ് വരുന്നുണ്ട്. ഓ അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള പുഷായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 13 കില്ല് സെക്യൂർ ചെയ്തേക്കുന്നു. നല്ലൊരു നെയ്ഡ് ബൈ SRR vs TVA. കോച്ച് ഇവിടെ ഒറ്റയ്ക്കാണ് SRRക്കെതിരെ ഫൈറ്റ് എടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2 vs 4 എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നു. കോച്ച് അവിടെ ഒരു കവർ ഇട്ടിട്ടുണ്ട്. MRCയിലെ 2 പ്ലേയേഴ്സ് അവിടെ നോക്കാണ്. കോച്ച് ഇവിടെ RPG ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. RPG വെച്ചൊരു കളി കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോച്ചിന്റെ. ഡാമേജ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. നല്ല അത്യാവശ്യം ടാഗ് അവിടെ റെക്കലസ് അവിടെ MRCയിലെ ഒരു പ്ലെയറിനെ ഫിനിഷ് ഓഫ് ആക്കുന്നു. MRCയിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. കറക്റ്റ് സമയത്ത് സ്റ്റീവിന്റെ ബാക്കപ്പ് കോച്ചിന്. ഒരു പ്ലെയർ മാത്രം ബാക്കി. SRRക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. അവിടെ സ്റ്റീവ് ബാക്ക് ടു ബാക്ക് ആയിട്ട് എല്ലാ കളിയിലും 5 കിലോ വെച്ച് സെക്യൂർ ചെയ്യുന്നു. SRR അവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. MRC എലിമിനേറ്റ് ചെയ്യുന്നു. 4 മാച്ചിൽ ഡിന്നർ അടിച്ച് തക്കുടുവാവ അധോലോകം വിത്ത് 19 kills and 2370 damage and 8 assists. 2 പേരിൽ നിന്ന് MRC അടിച്ചു. 2 കോച്ചിൽ നിന്ന് SRR അടിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പോലും മനസ്സിലാവത്തില്ല. എന്താ ഞാനിപ്പോ കണ്ടത്? ആൻഡ് ദ മാച്ച് റിസൾട്ട് ഈസ് again TVA with the 4th streak dinner. KVM എല്ലാവരും സോണിലേക്ക് വരുന്നു. എല്ലാ ടീമുകളും സോണിലോട്ട് എത്തിയിരിക്കുന്നു. ഒരു നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാം. TVA അടുത്തോട്ട് KVA വരുന്നുണ്ട്. TVA vs KVA. അവിടെ TVA ഒരു ഫൈറ്റ് ആയിട്ടുണ്ട്. TVA vs SRR. 2 നോക്കായിട്ടുണ്ട് SRR. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. SRR 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി.
SRR ഒരാളുടെ കൂടെ 2 പ്ലേയേഴ്സ്. നല്ല ടാഗ് കിട്ടുന്നു. ഡാർക്ക് പെയിൻ അവിടെ നല്ല കില്ലോ കോഡിന് 1 HP ആണ്. നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഓ സ്പോട്ട് ചെയ്തിട്ടില്ല. ഓ സ്റ്റീവ് അവിടെ ഒരു നോക്ക് കൂടെ എടുക്കുന്നു. ഓടിച്ച് മാത്രം വണ്ടി എടുത്ത് രക്ഷപ്പെടുന്നു. ആൻഡ് സ്റ്റീവിന്റെ സൈഡിൽ നിന്ന് ഒരു ഫിഷിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാർക്ക് പെയിനെ അവിടെ സ്റ്റീവ് ഇടിച്ചു കൊല്ലുന്നു. എവിടുന്നൊക്കെയാണ് അടി വരുന്നതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള അടിയാണ്. ഹരി ദ ബീസ്റ്റ് അവിടെ ടോക്കിയോയിലെ പ്ലെയറിനെ എടുക്കുന്നു. ഹരി ദ ബീസ്റ്റ് വരുന്ന എല്ലാ ഫൈറ്റ്സും കമ്മിറ്റ് ചെയ്താണ് ടിവിയെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 4 കിൽ ഓൾറെഡി ടിവിയെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് കെവിയുടെ ബ്ലാക്ക് സ്കോഡിന് ടയർ ടിവി അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ഓപ്പണിൽ വണ്ടി നിന്നു. നല്ല ടാഗ് കിട്ടുന്നു. ബ്ലാക്ക് സ്കോഡിലെ തൈക്രൂനെ ഇറ്റാച്ചി അടിച്ച് നോക്ക് ചെയ്യുന്നു. MRC അവിടെ MRC വേഴ്സസ് KVA നടക്കുന്നു. MRC വേഴ്സസ് KVA നടക്കുന്നു. ഫിനിഷ് ചെയ്ത് കളയുന്നു. KVA 2 പ്ലേയേഴ്സിനെയും എന്നാൽ 1 പ്ലെയറിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. MRC സെക്യൂറിംഗ് ദ ഫസ്റ്റ് കിൽ. MRCയുടെ ആദ്യത്തെ കില്ല്. 4 ഡിന്നർ എടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ടീം അറബിയിലെ നന്ദു അവിടെ നോക്കിട്ടിരിക്കുന്നു. ആൻഡ് അൾട്രോൺ അവിടെ ടീം അറബിയിലെ ഒരാളെ നോക്കിയിട്ടുണ്ട്. വാർ ഗോഡ്സ് യൂസിനെ അവിടെ നോക്കിടുന്നു. പക്ഷേ ഇൻസ്റ്റന്റ് റിവൈവ് ചെയ്യുന്നു. ടീം അറബി ആദ്യത്തെ കില്ല് സെക്യൂർ ചെയ്യുന്നുണ്ട്. RPMS പീസ് ഔട്ട്. 14K അവിടെ എലിമിനേറ്റ് ആകുന്നു. MRC എലിമിനേറ്റ് ആക്കുന്നു 14K. കോച്ച് വിത്ത് AWM. ഒരു നോക്ക് ഓൾറെഡി ഇട്ടു കോച്ച് അവിടെ ട്രൈങ് ടു ഗെറ്റ് ദ കിൽ. പക്ഷേ അകത്താണ് കിടന്നും നിന്നുമൊക്കെ സ്പ്രേ ചെയ്യുന്നു. 9 ടീം 25 പ്ലേയേഴ്സ് ആണ് അലൈവായിട്ടുള്ളത്. 25 പ്ലേയേഴ്സ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഷേക്ക് പയ്യെ സോണിലേക്ക് കയറാനുള്ള ശ്രമം. നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഷേക്ക് ഓൾറെഡി സോൺ. ഇറ്റാച്ചിയെ അടിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇറ്റാച്ചിയെ അടിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഒരു ട്രിഗർ ഡിസിപ്ലിനിൽ നിൽക്കുകയാണ്. ഇറ്റാച്ചി ഒന്ന് സ്പെക്യാണ്. ഇറ്റാച്ചി രണ്ടാമത്തെ നോക്ക് ഇടാൻ പറ്റിയില്ല. രണ്ടാമത്തെ നോക്ക് ഇറ്റാച്ചിന് ഒരു 1v3 ആണോ നമ്മൾ കാണാൻ പോണേ. കറക്റ്റ് സമയത്ത് ടിവിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം ഇറ്റാച്ചി. കീച്ചൻ സ്ക്വാഡ് 3 പേര് അല്ലയോ 3 KVA വേഴ്സസ് KVA. കീച്ചൻ സ്ക്വാഡിനെ അടിച്ചിടുന്നു. ഡീമൻ ഹോക്കി 2 പേരെ അടിച്ചിരുന്നു. 2 പേരെ ഡീമൻ ഹോക്കി അടിച്ചിട്ടുണ്ട്. 2 കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു. 5 കില്ല് ഡീമൻ ഹോക്കി അവിടെ 5 കില്ല് കൺഫേം ചെയ്യുന്നു. KVA വിത്ത് 6 കില്ല് 3 മാൻ ആയിട്ട് കളിക്കുന്നു KVA. ആൻഡ് കീച്ചൻ സ്ക്വാഡിനെ KVA എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ട്രിഗർ ഡിസിപ്ലിൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെ കില്ലു അവിടെ ഒരു നെയ്ഡ് നോക്കിട്ടിരിക്കുന്നു. ടീം MRC നല്ലൊരു നെയ്ഡ് നോക്കിട്ടിരിക്കുന്നു. കോച്ച് പുഷ് ചെയ്ത് പോന്നു. പുഷ് ചെയ്തില്ല. അവിടോട്ടൊരു സ്റ്റൺ ഗ്രനേഡ് സ്റ്റണ്ണായിരിക്കുന്ന കോച്ച് കയറി ഫിനിഷ് ചെയ്ത് വിടുന്നു MRCയെ. TVA വിത്ത് 11 കില്ല്. KVA ഒരു പ്ലെയർ, SRR ഒരു പ്ലെയർ, KVA രണ്ടാമത്തെ സ്ക്വാഡിൽ ഒരു പ്ലെയർ, ബാക്കി TVA പ്ലേയേഴ്സ് മാത്രം. ആൻഡ് സ്റ്റീവിനെ ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ ചാൻസും അവിടെ ഉണ്ട്. സ്റ്റീവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അവിടെ ഈ കുക്കുട് വാവ അധോലോകത്തിനെ വൈപ്പ് ചെയ്യുന്നു. TVA ഹരി ദ ബീസ്റ്റ് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് യൂട്യൂബ് ഷെയ്ക്കിന്റെ വക. സ്റ്റീവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അടി പൊട്ടിയില്ല, ഇതുവരെ അടിച്ചില്ല. SRR ഓടിച്ചു അവിടെ കില്ലുവെ അടിച്ചു. ആൻഡ് സ്റ്റീവിനെ അടിച്ചു. ലാസ്റ്റ് മാൻ 1 വേഴ്സസ് അതൊരു 1.5 അടിയായിരുന്നു സ്റ്റീവിന്റെ. ബാക്ക് ടു ബാക്ക് 5 കളിയും ഡിന്നർ അടിച്ച് TVA രണ്ടാമത്തെ ദിവസം തക്കുടുവാവ അതോ ലോകം ഡോമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. 15 കില്ലും 2386.31 ഡാമേജും 14 അസിസ്റ്റുമായിട്ട് തക്കുടുവാവ അതോ ലോകം ഫിനിഷിംഗ് ദ ഡേ 2 വിത്ത് ക്ലാസ്. പറയാതിരിക്കാൻ വയ്യ. 5 കളിയും ഡിന്നർ അടിക്കുക എന്ന് പറയണത് ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. എന്റെ പൊന്നെ എന്ത് പറയണം എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. പ്യുവർ ഡോമിനേഷൻ ഫ്രം TVA. ഞാൻ വേണമെങ്കിൽ ഫൈനൽ ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞുതരാം. EVX, ഡെഞ്ചർ, ദ സ്ക്വാഡ് TVA, TGA, ചോട്ട മുംബൈ, OG, വള്ളി ടീംസ് TVA, VNV ആണ് ആദ്യത്തെ 8 ടീംസ്. രണ്ടാമത്തെ 8 ടീം TVA, KVA, SRR, ടീം അറബി, MRC, ബ്ലാക്ക് സ്ക്വാഡ്, MRC മെയിൻ ലൈനപ്പ്, KVAയുടെ അടുത്ത സ്ക്വാഡ്,
കെവിയുടെ 2 സ്ക്വാഡ്സ് ടോക്കിയോ ആണ് ഫൈനൽ വരാൻ പോണത്.